തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലാമല. തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് മറുപടി നൽകാതെ മന്ത്രി വീണ ജോർജ്. തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമാണ് തിരുവല്ലാമല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 24 മണിക്കൂറും ചികിത്സ ലഭ്യമാക്കുക എന്നത്. മതിയായ ചികിത്സാ സൌകര്യങ്ങളോ കിടത്തി ചികിത്സയോ ഇല്ലാതെ നിരവധി വർഷങ്ങളായി ഇവിടുത്തെ ജനങ്ങൾ പരാതി ഉന്നയിക്കുകയാണ്. രാത്രികാലങ്ങളിൽ അടിയന്തരമായി ഡോക്ടറുടെ സേവനം ആവശ്യമായി വരുമ്പോൾ ദൂരങ്ങൾ താണ്ടി വേണം ആശുപത്രിയിലെത്താൻ. ഒറ്റപ്പാലത്തോ തൃശൂരോ എത്തിയാൽ മാത്രമേ ചികിത്സ ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. വർഷങ്ങൾക്ക് മുൻപ് തിരുവല്ലാമല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സാ സൌകര്യങ്ങൾ രാത്രികാലങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഈ സൌകര്യം വേണ്ടത്ര സജ്ജീകരണങ്ങളില്ലാതെ നിർത്തിവെക്കുകയായിരുന്നു. ഇതിനുശേഷം നിരവധി തവണ ജനങ്ങളുടെ ഭാഗത്തുനിന്നും കിടത്തി ചികിത്സ എന്ന ആവശ്യമുയർന്നിട്ടും യാതൊരു പരിഗണനയും ലഭിക്കുന്നില്ല എന്നതാണ് ഇന്നത്തെ അവസ്ഥ. തിരുവല്ലാമല കുത്താമ്പുള്ളി കുടുംബാരോഗ്യ കേന്ദ്രം കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരുവല്ലാമലയിലെത്തിയപ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷ ഏറെയായിരുന്നു. തിരുവല്ലാമല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ഇടപെട്ട് രാത്രി ചികിത്സയ്ക്കായുള്ള സൌകര്യങ്ങൾ ഒരുക്കുമെന്നായിരുന്നു ജനങ്ങളുടെ പ്രതീക്ഷ. എന്നാൽ ഈ പ്രതീക്ഷകൾക്കെല്ലാം നിരാശ പകർന്നുകൊണ്ട് തിരുവല്ലാമല കുടുംബാരോഗ്യ കേന്ദ്രത്തിനെ അവഗണിച്ചു എന്നാണ് ജനങ്ങളുടെ പരാതി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ തിരുവല്ലാമലയിലെ ആയുർവേദ ആശുപത്രിയിൽ കിടത്തി ചികിത്സ മാത്രമാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇവിടെ എത്തിയ MP മലേശമംഗലം ആരോഗ്യ മന്ദിരത്തിന്റെ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ചതും ആയുർവേദ ആശുപത്രിയിൽ കിടത്തി ചികിത്സ വേണമെന്ന ആവശ്യം തന്നെയാണ്. ഇവിടെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ ആയുർവേദ ആശുപത്രിയുടെ കാര്യമൊക്കെ തന്നെ അവിടെ പറയാം എന്നുകൂടി ഈ സന്ദർഭം സൂചിപ്പിച്ചുകൊണ്ട് ആയുർവേദ ആശുപത്രിയേക്കാൾ പ്രധാനമായ വിദഗ്ധ ചികിത്സയ്ക്കുള്ള സൌകര്യങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടപ്പിലാക്കുന്നതിനു പകരം ആയുർവേദ ആശുപത്രിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സംസാരിക്കുന്നത് ജനങ്ങൾക്ക് നിരാശ മാത്രമാണ് പകർന്നത്. തുടർന്ന് കുത്താമ്പുള്ളിയിൽ ഉദ്ഘാടന കർമ്മത്തിനെത്തിയ MPയോ MLAയോ പഞ്ചായത്ത് പ്രസിഡന്റോ ഇക്കാര്യം ഉന്നയിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്തില്ല എന്നതും കേരളത്തിന്റെ ആരോഗ്യരംഗത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പുകഴ്ത്തലുകൾ മാത്രമായി ഉദ്ഘാടന കർമ്മം ഒതുക്കുകയുമായിരുന്നു. ഇന്ന് ആരോഗ്യരംഗം തിളങ്ങുന്ന രീതിയിലാണ് രാജ്യത്തിന് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ്റും അതേപോലെ അതിന് നേതൃത്വം വകുപ്പ് മന്ത്രിയും വളരെ കൃത്യമായ ഇടപെടലും ശ്രദ്ധയും ആണ് തന്നെ അതിൻ്റെ കാരണം. എന്നാൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിദഗ്ധ ചികിത്സയ്ക്ക് ചേലക്കരയെ സമീപിക്കാനാണ് ഉദ്ഘാടന വേളയിൽ സംസാരിച്ചത്. ഇനി ഇവിടെ നമുക്ക് ചികിത്സിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ താലൂക്ക് തലത്തിലുള്ള ആശുപത്രിയിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ഈ താലൂക്ക് ചേലക്കരയാണ്. അവിടേക്ക് ഇറങ്ങുമ്പോഴുള്ള പുതിയ കെട്ടിടം അത് ഉദ്ഘാടനത്തിന് രണ്ട് സജ്ജമായിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് സ്ഥലം കൂടി വാങ്ങിച്ചുകൊണ്ട് അവിടെ മെറ്റേണിറ്റി ബ്ലോക്ക് കൂടി പണിയുന്നതിന് വേണ്ടി, കാരണം നമുക്ക് സ്ഥലപരിമിതി വലിയ രീതിയിൽ നമ്മൾ ബാധിക്കുന്നു. അവിടെ പുതിയ തസ്തികൾ സൃഷ്ടിക്കുന്നതിൽ ചേലക്കര താലൂക്ക് ആശുപത്രി ആ ഫൈനൽ ലിസ്റ്റിൽ നമ്മുടെ തസ്തികൾ സൃഷ്ടിക്കുന്നത് താലൂക്ക് ആശുപത്രിയുടെ കൂടെ അതും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ തിരുവല്ലാമലയിലെ ജനങ്ങൾക്ക് ഏറെ ആഘാതമായിരുന്നു ഈ ഉദ്ഘാടന വേള. എത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങളുടെ ആവശ്യം നിറവേറ്റണമെന്നാണ് അധികൃതരോട് ജനങ്ങളുടെ അപേക്ഷ. ന്യൂസ് ഡെസ്ക് CCV.